പാചകവാതക പ്രതിസന്ധി സ്ഥിതി അതീവ ഗുരുതരം. കർശന നിർദ്ദേശവുമായി കേന്ദ്രം. രാജ്യത്ത് നിലനിൽക്കുന്ന പാചകവാതക വിതരണ പ്രതിസന്ധി കേരളത്തിലെ ഗാർഹിക വാണിജ്യ മേഖലകളെയും ബാധിക്കുന്നു. ഇറാൻ ഇസ്രയേൽ US സംഘർഷത്തെ തുടർന്ന് പാചകവാതക വിലയിലുണ്ടായ വർധനവും വിതരണത്തിലെ കുറവുമാണ് പ്രധാന വെല്ലുവിളിയാകുന്നത്. തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ എസൻഷ്യൽസ് കമ്മോഡിറ്റീസ് ആക്ട് നടപ്പിലാക്കിയതും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർഷീത് സിംഗ് അറിയിച്ചു. LPG ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കാൻ റിഫൈനറികൾക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പ്രതിസന്ധി നേരിടാൻ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം പൂർണ്ണമായും ഗാർഹിക ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാനാണ് കേന്ദ്രം തീരുമാനം. ഇറക്കുമതി ചെയ്യുന്ന LPG വിതരണത്തിൽ ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകാനും നിർദ്ദേശമുണ്ട്. ഒരാഴ്ചക്കിടെ ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപയും വാണിജ്യ സിലിണ്ടറുകൾക്ക് 115 രൂപയുമാണ് വർദ്ധിച്ചത്. ഇറാൻ ഇസ്രായേൽ US സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള പ്രധാന ഊർജ്ജ ഗതാഗത പാതകളിലുണ്ടായ തടസ്സമാണ് ഇന്ത്യയിലെ നിലവിലെ സാഹചര്യത്തിന് കാരണം. രാജ്യാന്തര വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിൽ എത്തിയതും പാചകവാതക വിതരണ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. LPG പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ LPG ഉൽപാദനം കൂട്ടാൻ കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പ്രകാരം കഴിഞ്ഞ ദിവസം മുതൽ ഉൽപാദനം 25% വർദ്ധിച്ചിരുന്നു. പിന്നാലെയാണ് വ്യാഴാഴ്ച മുതൽ ഉൽപാദനം 28% ഉയർത്തിയത്. ഖത്തർ, UAE, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പകരമായി അമേരിക്ക, നോർവേ, കാനഡ, അൾജീരിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ ഇന്ധനം എത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ധന സ്രോതസ്സുകൾ വൈവിധ്യവത്കരിക്കുന്നതിലൂടെ വിതരണ ശൃംഖലയിലെ തടസ്സം മറികടക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര ഉപഭോക്താക്കൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കാൻ സർക്കാർ തീവ്ര ശ്രമം നടത്തുന്നുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവും വ്യക്തമാക്കുന്നു. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും ഒഴിവാക്കുന്നതിനായി മുൻഗണനാക്രമത്തിൽ വിതരണം ചെയ്യേണ്ട ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ വർദ്ധിച്ച ഡിമാൻഡ് വിതരണത്തിലെ പാളിച്ചയല്ല, മറിച്ച് ജനങ്ങൾക്കിടയിലുള്ള ഭീതി മൂലമുള്ള ബുക്കിംഗ് ആണെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. രാജ്യത്തുടനീളമുള്ള 25,000 വിതരണക്കാർ വഴി പ്രതിദിന ഏകദേശം 50 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ട്. വിതരണ ശൃംഖലയിൽ നിലവിൽ കുറവുകളൊന്നുമില്ല. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം കണക്കിലെടുത്ത് ഇന്ധനം മിതമായി ഉപയോഗിക്കാനും അനാവശ്യ ഭീതി ഒഴിവാക്കാനും ഉപഭോക്താക്കളോട് കേന്ദ്രം അഭ്യർത്ഥിച്ചു. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. LPGക്ക് പകരം മറ്റ് ഇന്ധനങ്ങൾ കൂടി ഉപയോഗിക്കാൻ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഭക്ഷണം പാകം ചെയ്യാൻ കൽക്കരിയും മണ്ണെണ്ണയും ഉപയോഗിക്കാമെന്നും സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ മണ്ണെണ്ണ നൽകുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യത നിയന്ത്രിച്ചതോടെ ബദൽ സംവിധാനങ്ങൾക്കും സർക്കാർ അനുവാദം നൽകിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് 40,000 ലിറ്റർ അധികം മണ്ണെണ്ണ നൽകുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കൽക്കരി ലഭ്യത കൂടുതലാക്കാനും നടപടികൾ തുടങ്ങിയെന്ന് മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഗാർഹിക LPGയുടെ കാര്യത്തിൽ പല സംസ്ഥാനങ്ങളിലും ബുക്ക് ചെയ്ത ശേഷം സിലിണ്ടറുകൾ ലഭിക്കാൻ വൈകുന്നെന്ന പരാതി വ്യാപകമാണ്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ നടപടികൾ ഊർജിതമാക്കുകയാണ് കേന്ദ്രം. സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ നടപടികൾ ഏകോപിപ്പിക്കാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുടങ്ങിയിട്ടുണ്ട്. LPG സിലിണ്ടറുകൾ ലഭിക്കാതായതോടെ സംസ്ഥാനത്ത് കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടി. കൊച്ചിയിലടക്കം തട്ടുകടകളും പൂർണ്ണമായും പ്രതിസന്ധിയിലായി. ചില ഹോട്ടലുകൾ അടുപ്പുകൂട്ടിയുള്ള പാചകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വീട്ടു സിലിണ്ടർ മുടങ്ങില്ലെന്ന് ആവർത്തിക്കുന്ന കേന്ദ്രം വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിൽ ഉറപ്പൊന്നും നൽകാതെയോടെയാണ് രാജ്യത്തെ 100 കണക്കിന് ഹോട്ടലുകൾ അടച്ചത്. വാണിജ്യ സിലിണ്ടർ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഇന്നലെ അറിയിച്ചെങ്കിലും നേരത്തെ നൽകിയിരുന്നതിന്റെ 5/1 വിതരണം മാത്രമാണ് ഉണ്ടാവുക. ആഭ്യന്തര LPG ഉൽപാദനം 25% കൂട്ടിയെന്ന് സർക്കാർ പറയുമ്പോഴും പ്രശ്നം പരിഹാരമായിട്ടില്ല. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് അറിയാൻ ഡെയിലി അപ്ഡേറ്റ്സ് അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.